പ്രേക്ഷക പ്രിയ പരമ്പരകൾ പുതിയ സമയമാറ്റത്തോടെ ചട്ടമ്പിപ്പാറു എല്ലാ ദിവസവും രാത്രി 7 മണിക്കും കന്യാദാനം രാത്രി 7:30-നും. എത്രയേട്ടാ? 100. ശരി. പ്രിയൻ എവിടെ? അവനിവിടെ ഉണ്ടെന്നല്ലേ നീ പറഞ്ഞത്? എന്നിട്ട് അവനെ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ആന്റി എന്തിനെങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? അവനിവിടെ ഉണ്ടായിരുന്നു, പുറത്തു പോയതായിരിക്കും. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ആന്റി ഒരു കാര്യം ചെയ്യും, ഇതിലെ അകത്ത് കയറിയിട്ട് ആ സ്റ്റെപ്പ് വഴി മേളിലോട്ട് ചെല്ല്. വാമേ. ഇത് ഞങ്ങളുടെ കമ്പനി വക ഗസ്റ്റ് ഹൗസ് അല്ലേ? വാതിലിൽ ചാരിയിട്ടേ ഉള്ളൂ, തുറന്ന് കയറി അകത്തിരുന്നോളൂ. എന്താ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നേ? 50ാം പിറന്നാളായിട്ട് ഞാനൊന്ന് വിഷു പോലും ചെയ്തില്ലല്ലോ എന്ന് സങ്കടം ഉണ്ടായിരുന്നല്ലേ അമ്മയുടെ മനസ്സിൽ. ഗിഫ്റ്റും തന്നില്ല. അമ്മയ്ക്ക് ഞാൻ തരുന്ന ബർത്ത്ഡേ ഗിഫ്റ്റാ ഈ സർപ്രൈസ്. ഇപ്പൊ അമ്മയുടെ സങ്കടമൊക്കെ മാറിയില്ലേ? കള്ളനാ നീ, ശരിക്കും കള്ളൻ. നിന്റെ മുഖത്തെന്താടി ഒരു സന്തോഷമില്ലാത്ത? 1/2 കിലോ ലഡ്ഡു വാങ്ങിക്കൊടുത്തിട്ട് ചേട്ടൻ ദുഷ്ടനാ അമ്മേ, അമ്മയോട് എനിക്ക് മാത്രമേ സ്നേഹമുള്ളൂ എന്നും പറഞ്ഞ് കാലത്തെ മുതല് വലിയ ഗമയില് നടക്കല്ലേ. അത് ചീറ്റിപ്പോയതിന്റെ സങ്കടമല്ലേ നിനക്ക്? ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. നിനക്കെന്റെ ചേട്ടനാവാനുള്ള എല്ലാ യോഗ്യതയുണ്ട്. അടിപൊളി. അമ്മേ, ഈ കണ്ടത് സർപ്രൈസ് നമ്പർ 1. ഇനിയുണ്ടൊരു സർപ്രൈസ് നമ്പർ 2. അതുകൂടി കണ്ട അമ്മയുടെ കണ്ണ് തള്ളും. ഇന്ദ്ര, ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ആന്റി. ആന്റി ഹാപ്പി ബർത്ത്ഡേ ആന്റി. ഹാപ്പി ബർത്ത്ഡേ ആന്റി. ഹാപ്പി ബർത്ത്ഡേ. ആരൊക്കെയത്? ഈശ്വരാ, എനിക്കിത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഇന്ദ്രനും രഘുവും വിനയനും ഒക്കെ ഉണ്ടല്ലോ. അല്ല, നിങ്ങളെങ്ങനെ ഇവിടെ എത്തി? ഇതെന്ത് ചോദ്യം ആന്റി? ഞങ്ങൾ ആന്റിയുടെ ബർത്ത്ഡേ ആയിട്ട് വന്നതല്ലേ. അനന്തേട്ടൻ വന്നില്ല. അച്ഛന് വരണമെന്നുണ്ടായിരുന്നു. ജൂൺ 21-ന് ആന്റിയുടെ 50ാം പിറന്നാളാണെന്ന് അച്ഛൻ ഒരാഴ്ച മുമ്പേ പറയാൻ തുടങ്ങിയതാ. അന്നേ ദിവസം എല്ലാവരും ഫ്രീ ആവണം, അവിടെ വരെ പോണം, ആഘോഷിക്കണമെന്നൊക്കെ അച്ഛൻ പറഞ്ഞതാ. പക്ഷേ ഒഴിവാക്കാൻ പറ്റാത്ത 1-2 കാരണങ്ങൾ കൊണ്ട് അച്ഛന് വരാൻ പറ്റിയില്ല. എന്റെ പിറന്നാള് അനന്തേട്ടന് ഓർമ്മയുണ്ടെന്നോ? വല്ലപ്പോഴും നേരിട്ട് കാണുമ്പോ ഉള്ള പരിചയം പുതുക്കലേ ഉള്ളൂ എന്നാ ഞാൻ കരുതിയത്. നല്ല കഥയായി. നഴ്സറിയിൽ ചേരാൻ പോകുമ്പോ ആന്റി ഇട്ടിരുന്ന ഉടുപ്പിന്റെ കളർ വരെ അച്ഛന് ഓർമ്മയുണ്ട്. ഞങ്ങളില്ലെങ്കിലും നിങ്ങൾ എല്ലാവരും പോണം, അവൾ എന്റെ അനിയത്തിയാന്നൊക്കെയാ അച്ഛൻ പറഞ്ഞത്. അമ്മ കരയാൻ തുടങ്ങി. അമ്മക്കിനി ഒരാഴ്ച കരയാൻ ഇത് മതി. അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ബന്ധങ്ങളുടെ വില അറിയില്ലല്ലോ. പ്രിയ, ഒന്നെങ്കിൽ വന്നടാ. ആന്റി നമ്മളപ്പുറത്തുണ്ടേ. വാ.